റാന്നിയിൽ വെള്ളമിറങ്ങിയെങ്കിലും ആറന്മുളയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. പ്രധാന പാതകളിൽ ഉൾപ്പെടെ രാവിലെ വെള്ളക്കെട്ട് കാരണം ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ആറന്മുള വള്ളസദ്യകളും റദ്ദാക്കിയിരുന്നു. മലയോര മേഖലകളിലെ പെയ്ത്തുവെള്ളം മുഴുവൻ ഒഴുകിയെത്തിയത് ആറന്മുളയിലേക്കാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ആറന്മുളയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ മാറി നിന്നിട്ടും വെള്ളമിറങ്ങുന്നത് തീരെ പതിയെയാണ്. പ്രധാന പാതകളിലും ക്ഷേത്രങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കെട്ടിനിൽക്കുകയാണ്. അതേസമയം പമ്പാ നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. പത്തനംതിട്ട ജില്ലയിലാകെ 1669 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നത്. തിരുവല്ല, മല്ലപ്പള്ളി താലൂക്കുകളിലാണ് കൂടുതൽ ആളുകൾ ക്യാമ്പിലുള്ളത്. ആറന്മുളയുടെ ഒരു പ്രത്യേക ജോഗ്രാഫിക്കലായിട്ടുള്ള കാര്യം പരിശോധിച്ചാൽ ഇവിടെ വെള്ളം ഇറങ്ങാനും 1.5-2 ദിവസം താമസം എടുക്കും. അപ്പോൾ ഇവിടുത്തെ റിലീഫ് ക്യാമ്പുകൾ അത്രയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. തിരുവല്ല താലൂക്കിൽ 404 പേരും മല്ലപ്പള്ളി താലൂക്കിൽ 324 പേരുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി താലൂക്കിലായിട്ട് 700ഓളം പേര്, ഈ 1600 പേരിൽ 700ഓളം പേര് തിരുവല്ല മല്ലപ്പള്ളി താലൂക്കിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ആറന്മുളയിലെ ക്യാമ്പിൽ മരുന്നെത്തിച്ചില്ലെന്ന പരാതി ഉയർന്നിരുന്നു. പിന്നാലെ ഇന്ന് രാവിലെ മരുന്നുകൾ എത്തിച്ചു. ആറന്മുളയിൽ നിന്ന് വലിയുന്ന വെള്ളം ചെങ്ങന്നൂർ, തിരുവല്ല ഭാഗങ്ങളിലേക്കാണ് സാധാരണ എത്താറ്. ഈ മേഖലകളിൽ കൂടുതൽ മുൻകരുതൽ നടപടികളാണ് അധികൃതർ ഇപ്പോൾ കൈക്കൊള്ളുന്നത്. ജനം, പത്തനംതിട്ട.